ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമായ പ്രബോധനം വാരികയിൽ വന്ന നിങ്ങൾക്കാരാണ് ഇതിനെ കാഫിറാക്കാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലേഖനം വന്നിരുന്നു. അത് നമ്മളൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് 2026 ഏപ്രിൽ 10 പ്രബോധനമാണ്. ആ പ്രബോധനത്തിലെ കവർ സ്റ്റോറി ആയിട്ട് കാഫിറാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത് എന്നതാണ് ലേഖനം. ഈ ലേഖനം പ്രബോധനത്തിൽ വരാനുള്ള പശ്ചാത്തലമാണ് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ ചർച്ച എന്നുള്ളത്. ഇതിൻ്റെ അവസ്ഥ വിശദീകരിക്കുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇരട്ടത്താപ്പ് അഥവാ അവരുടെ ദ്വിമുഖ സ്വഭാവം കൂടുതൽ തെളിഞ്ഞു കിട്ടുന്ന ഒരു ലേഖനമാണിത്. അത് പറയാതെ വയ്യ. ഇത് വായിച്ചാൽ എന്താണോ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അവരുടെ തത്വം എന്താണോ, അവരുടെ ആശയം എന്തടിസ്ഥാനത്തിലാണോ അത് ശരിക്ക് എന്നാൽ അവരെ സ്വഭാവമാണ് ശരിക്കും എന്ത് ചെയ്യണത്, ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം അവരെ സ്വഭാവമാണ്, അവരെ ആശയം, അവരെ പഠിപ്പിച്ച സ്വഭാവമാണ് ഇതിൻ്റെ ഉള്ളടക്കം. അത് വേറൊരാളുകളെ അല്ലെങ്കിൽ അവർക്ക് എതിരാണെന്ന് തോന്നുന്നവരുടെ മേൽ വെച്ച് കെട്ടുക എന്നതാണ് ഇപ്പോൾ ഇതുകൊണ്ട് അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിൽ നമ്മളെ ഉണർത്തിയൊരു കാര്യം, വമിനൻ നാസി മൻ യുഅജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ, ദുന്യാവിൽ ചില ആളുകളെ വാക്ക് നിന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്, ഭയങ്കര അജബ് ഇങ്ങനെ തോന്നും. വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫി ഖൽബിഹി, അവരെ മനസ്സിലുള്ളതിന് അവർ അള്ളാഹനെ സാക്ഷിയാക്കും. പിന്നെയോ വഹുവ അലദ്ദുൽ ഹിസാം, സത്യത്തിൻ്റെ യഥാർത്ഥത്തിൽ അവരെന്താണ്, ഈ സത്യത്തിനോട് ഭയങ്കര ശത്രുത ഉള്ള ആളുകളാണ്. സത്യം എന്താണോ അതിനോട് ശത്രുത വെച്ച് അവരെ മനസ്സിലുള്ള കാര്യത്തിന് അള്ളാഹനെ സാക്ഷിയാക്കി അത്ഭുതപ്പെടുത്തുന്ന വർത്തമാനം പറയുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഈ ലേഖനം വായിച്ചപ്പോൾ ശരിക്കും ഈ ആയത്താണ് എന്തായത് മനസ്സിലേക്ക് വന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ച നമ്മളെ ഉണർത്തിയൊരു കാര്യമാണ്, ജനങ്ങളെ കൂട്ടത്തിൽ ഇന്ന ശർറന്നാസി ദുൽ വജ്ഹൈനി, മനുഷ്യരുടെ കൂട്ടത്തിൽ മോശക്കാരായവർ 2 മുഖം സ്വീകരിക്കുന്ന ആളുകളാണ്, ഇരട്ട മുഖം. അല്ലദി യഅ്തി ഹൗലായി ബി വജ്ഹിൻ വഹൗലായി ബി വജ്ഹിൻ, ഒരു ടീമിൻ്റെ അടുത്ത് ഒരു മുഖം, വേറൊരു ടീമിൻ്റെ അടുത്ത് വേറൊരു മുഖം. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം പഠിച്ച ആളുകൾക്ക് മുമ്പിൽ ഇവർക്കൊരു മുഖമുണ്ട്, ഇവരുടെ പുറംഭാഗം മാത്രം വീക്ഷിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ മറ്റൊരു മുഖമാണ്. അതാണ് ഈ വിഭാഗത്തിൻ്റെ, ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവം അതാണ്. ഇവിടെ ഇപ്പോൾ സലഫികളെ അല്ലെങ്കിൽ അഹ്ലുസുന്നയെ കാര്യമായി എതിർക്കാൻ ഈ ലേഖനത്തിൽ ചെയ്തൊരു പണി എന്താ വെച്ചാൽ, അവരിങ്ങനെ തൊട്ടതിനും പിടിച്ചവനൊക്കെ കാഫിറാക്കി, അവൻ കാഫിറാണ്, അവർ കാഫിറാണ്, ഇങ്ങനെ കാഫിർ പട്ടം കൊടുത്ത് അല്ലെങ്കിൽ കാഫിർ ഷഹാദ കൊടുത്തു പോകുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനുമാണ് ഈ ലേഖനത്തിലൂടെ നോക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ആമുഖ ഭാഗത്ത് പറയുന്നുണ്ട്, അതിസങ്കീർണമായ രാഷ്ട്രീയവും വിഭാഗീയവുമായ സംഘർഷങ്ങൾ മുസ്ലിം ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് കളങ്കമൊരുക്കിക്കൊണ്ടിരിക്കെ ഇസ്ലാമിൽ നിന്ന് ഭ്രഷ്ട് തക്ഫീർ കൽപ്പിക്കൽ പ്രവണത വീണ്ടും തലപൊക്കുകയാണ്. ഇസ്ലാമിക ചിന്താ ലോകത്ത് തക്ഫീർ പ്രവണത ഗുരുതരമായ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുന്നതൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണ്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ആദ്യ ഭാഗം ഈ ഇറാനുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ജൂത രാഷ്ട്രമായ ഇസ്രായേൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരികയാണ്. യഥാർത്ഥത്തിൽ 2 വഴി നമ്മൾ നോക്കുകയാണെങ്കിലും, അഥവാ ഒരു ഭാഗത്ത് ശുദ്ധ ജൂതന്മാരാണ്, അമേരിക്ക, ഇസ്രായേൽ, അവരിലൂടെ ഈ സയണിസം, പാശ്ചാത്യൻ സംസ്കാരം, മുസ്ലിങ്ങളുടെ അജ്ഞത മുതലെടുത്തുകൊണ്ട് അതേപോലെ തന്നെ അവരുടെ വിവേകക്കുറവ് നിരീക്ഷിച്ചുകൊണ്ട് അതൊക്കെ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കുത്തിയിറക്കുന്ന, വലിച്ചിറക്കുന്ന ഒരു അവസ്ഥ, അപകടകരമായ ഒരവസ്ഥ ഇവിടെ ലോകത്തുണ്ട്. ഇവിടെ മറുഭാഗത്തുള്ളത് ഇറാൻ അഥവാ ശുദ്ധ ഷിയ രാജ്യമാണ്. ഈ ഹുമൈനി അവിടെ വിപ്ലവം നടത്തി, അതിന് ഇസ്ലാമിക വിപ്ലവം എന്ന പേരിട്ടത്. ഇസ്ലാം ഒരിക്കലും വിപ്ലവത്തിൻ്റെ മതമല്ല, വിപ്ലവത്തിൻ്റെ ചിന്തനല്ല ഇസ്ലാമിൻ്റെത്, അത് സമാധാനത്തിൻ്റെ മതമാണ്. പക്ഷേ അതിനൊരു വിപ്ലവ മുഖമുണ്ടാക്കി അഹ്ലുസുന്നയുടെ നല്ലൊരു ശതമാനം, ലക്ഷക്കണക്കിന് ആളുകളെ പല രാജ്യങ്ങളിലും അവർ കൊന്നൊടുക്കി. അങ്ങനെയാണ് ആ രാജ്യത്തെ ഷിയ രാജ്യമാക്കി അവർ മാറ്റുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രശ്നം എന്താണ്, അവരുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നം എന്താണ്, ഇത് തുറന്നു പറയുക എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ്. അതാണ് ഇസ്സത്ത് പറഞ്ഞാൽ. അതൊരിക്കലും ഒരു ടീമിനെ കാഫിറാക്കി അല്ലെങ്കിൽ മുഷിരിക്കാക്കി അല്ലെങ്കിൽ അവരെ ആകപ്പാടെ എന്തോ ആക്കി അങ്ങനെ പറയാനുള്ളതല്ല. ഇത് ഇസ്ലാമിൻ്റെ നിലപാടാണ്, അഹ്ലുസുന്നയുടെ നിലപാടാണ്. അത് യുദ്ധം ഉണ്ടെങ്കിലും യുദ്ധം ഇല്ലെങ്കിലും ഒക്കെ നിലപാടാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഏത് അവസ്ഥയിലും പറയാനുള്ള നിലപാട്.
ഇപ്പോൾ ഇവിടെ കൊറോണ എന്ന വലിയ പ്രശ്നം എല്ലാവരും ബാധിച്ചു അല്ലേ? ആ കൊറോണ എന്നുള്ള പ്രശ്നം ബാധിച്ചപ്പോൾ ആരെങ്കിലും ഇസ്ലാമിനെ പറ്റി പറയാതെ അല്ലെങ്കിൽ മറ്റുള്ള തെറ്റുകളെ പറ്റി പറയാതെ പറയാൻ പറ്റൂല അവിടെ കൊറോണ പ്രശ്നം അങ്ങനെ ഉണ്ടായോ? ഇല്ല. എന്ത് സംഭവിച്ചാലും പറയേണ്ടത് പറയണം. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ നിലപാടാണ് അഹ്ലുസുന്നയുടെ വക്താക്കൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്, ഇന്നും സ്വീകരിക്കുന്നത് അതാണ്. പക്ഷെ എന്താ വെച്ചാൽ ഈ ഷിയാക്കളുടെ ഷിയാക്കൾക്ക് പാദസേവ ചെയ്ത് നടക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവർക്ക് ഒരു പൊള്ളലാക്കാൻ ശരിക്കും ഒരു ഭയങ്കര ആഘാതമായിട്ട് അവർക്ക് അനുഭവപ്പെടും. അപ്പോൾ അതിന് ഒന്ന് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനൊന്ന് മറികടക്കാൻ അവർ കണ്ട വഴിയാണ് എന്ത് ചെയ്യുക, പെട്ടെന്നൊരു ശിർക്കാരോപണം അല്ലെങ്കിൽ ഒരു കുഫർ ആരോപണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേൽക്കണ്ട് ഇട്ടാൽ ആ ആളുകൾ അയിമക്ക് തിരിഞ്ഞോളും. ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ അവർക്ക് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഇവിടെ 940 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ 4 സ്തൂപങ്ങളെപ്പറ്റി, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 4 സ്തൂപങ്ങളുണ്ട്. ആ സ്തൂപങ്ങളെപ്പറ്റി പഠിച്ചാൽ അവരുടെ ആശയം എന്തായിരുന്നു, ആ ആശയം അവരുടെ വ്യത്യസ്ത ചിന്തകളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് പഠിച്ചാൽ ഈ ലേഖനത്തിൽ പറഞ്ഞ കാര്യം ശരിക്കും ഇവിടെ ചെയ്യുന്നത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ അത് ആളുകൾക്ക് അറിയാതിരിക്കാൻ കാരണം ഷിയാക്കളെ തെഖിയ വാദ ഓൽക്കുള്ളത്. അതായത് ഇത് പുറത്തറിയരുത്, ഇതിങ്ങനെ ഒളിപ്പിച്ചു കൊണ്ടുപോവുക, ഒളിപ്പിച്ചിങ്ങനെ അതിനെ തെഖിയത്ത് ഒളിപ്പിച്ചു കൊണ്ടുപോവുക. ഇതുപോലെ ഇപ്പോൾ സമസ്തക്കാർ ഇവിടെ കുറേ ഷിയ ആചാരം കൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഷിയാക്കളാന്ന് പോലും പറയില്ല, ഷിയാക്കളാന്ന് പറയില്ലെന്ന് ഷിയാക്കൾ എതിർക്കുന്നവരായിട്ട് അഭിനയിക്കുകയും ചെയ്യും. അത് തെഖിയത്താണ്. എന്ന പോലെ തന്നെ ഇവർ ഈ തെഖിയാവാദത്തിൻ്റെ മറവിൽ എന്ത് ചെയ്യുന്നു, ഈ പിന്നെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ വെച്ച് കെട്ടിയിട്ട് ഇവരെ മനസ്സിൽ ഒരു കാര്യം കൊണ്ടു നടക്കണം. യഥാർത്ഥത്തിൽ പിന്നെ ഖുമൈനിയും ഹസനുൽ ബന്നയും അതേപോലെ തന്നെ മൗദൂദിയും അതേപോലെ തന്നെ സയ്യിദ് കുത്തുബും, ഈ 4 സ്തൂപങ്ങളില്ലാത്ത ഒരു ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും ഉണ്ടാവില്ല. ഇത് 4 ഇല്ലാത്തൊരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവില്ല. ഈ 4 ആളുകളുടെ ആശയങ്ങളും ഇവിടെ സാധാരണക്കാർക്ക് പോലും വായിക്കാൻ പറ്റിയ രൂപത്തിൽ ഇറക്കിയതാരാ, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാ? ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. എന്താ ഈ 4 ആൾക്കാർ ആശയം? ഇപ്പോൾ നമുക്ക് പിന്നെ ഹസനുൽ ബന്ന അഥവാ ഇഖ്വാനിസത്തിൻ്റെ സ്ഥാപകനാണ് ഹസനുൽ ബന്ന. ആ ഹസനുൽ ബന്ന ഇഖ്വാനിസം സ്ഥാപിച്ച അതിൻ്റെ ലക്ഷ്യങ്ങളും വാദങ്ങളും വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പറയുക. ഷബാബിന് വേണ്ടി യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം മൂപ്പര് എഴുതിയൊരു റിസാലുണ്ട്. അതിൽ മൂപ്പര് പറയുന്ന കാര്യം എന്താ വെച്ചാൽ വൈന്നമാനു അലിനു ഫി വുളൂഹിൻ വസറാഹ, നമ്മൾ വളരെ വ്യക്തമായി തന്നെ പ്രഖ്യാപിക്കുന്നു അന്ന കുല്ല മുസ്ലിം ലാ യുഅ്മിനു ബിഹാദൽ മിൻഹാജ് വലാ യഅമലു ലിതഹഖീഖിഹി ലാ ഹല്ല ലഹു ഫിൽ ഇസ്ലാം എന്നാണ്. ഈ ഹസനുൽ ബന്ന സ്ഥാപിച്ച ജൂത ആശയം, സയനിസ്റ്റ് ആശയം, ഇഖ്വാനിസം എന്നത് അത് പിൻപറ്റാത്ത, അത് മുറുകെ പിടിക്കാത്ത, അത് ശരിയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാത്ത ഒരാൾക്ക് ലാ ഹല്ല ലഹു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഒരു വിഹിതം അല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലപ്പുറം കാഫിറാക്കൽ എന്താ? ഇസ്ലാമിൽ നിന്ന് ഔട്ടാക്കിയ അയാളെ. ഇതാണ് ഹസനുൽ ബന്ന ചെയ്ത പണി. ഈ ഹസനുൽ ബന്ന ഇല്ല എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ജമാഅത്ത് നേതാവിനെ കാണിച്ചു തരാൻ പറ്റൂ? ഇല്ല. ഇനി അയാൾ ആശയത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഫമൻ അറാദ അൻ യൽഹഖ ബിനാ ഫഹുവ മുസ്ലിം, നമ്മളോടൊപ്പം ചേരാൻ ഉദ്ദേശിക്കുന്നവൻ മുസ്ലിമാണ്. വമൻ വഖഫ ളിദ്ദനാ ഫഖദ് ഹകമ അലാ നഫ്സിഹി ബിൽ കുഫർ, നമുക്ക് എതിരായിട്ട് നിന്നാൽ ഓൻ്റെ മേൽ കുഫർ വിധിക്കുന്നു. ഇത്രയും പറഞ്ഞ ഇതിനേക്കാളുണ്ട്, സ്വഹാബത്തിനെ കാഫിറാക്കിയ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത ഒരു വ്യക്തിയുടെ അനുയായികൾ മറ്റുള്ളവരുടെ പേരിൽ ആരോപണം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുക എന്നുള്ളത് മഹാ അപരാധം തന്നെയാണ്. അതേപോലെ തന്നെ ഇനി മൗദൂദി, അബുലാല മൗദൂദി സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞത്, സ്വഹാബത്തിനെ പിന്നെ കാഫിറാക്കിയതിന് കൂട്ടുന്നത്, ഈ പിന്നെ ഹുമൈനിയുടെ വിപ്ലവം, ഇസ്ലാമിൻ്റെ വിപ്ലവം എന്ന് പരിചയപ്പെടുത്തിയ ആളെ മൗദൂദി. ഹുമൈനി ആരാ? സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു, എത്ര സ്വഹാബികളെ, ഇഷ്ടം പോലെ സ്വഹാബികളെ. അതേപോലെ സയ്യിദ് കുത്തുബിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ആധുനിക പണ്ഡിതന്മാരോട് വരെ ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഉസൈമി റഹിമഹുല്ലാ അങ്ങനെയുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. അതിൽ പണ്ഡിതന്മാർ കൊടുത്ത മറുപടി പിച്ച് ചീന്തി കളയണം എന്നാണ്, കീറിക്കളയണം. കാരണം എന്താ? സബ്ബു സ്വഹാബത്തിനെ ചീത്ത പറയൽ, പ്രത്യേകിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളെ അവർ പിന്നെ കുഫർ ചാർത്തി അവരെ ചീത്ത പറയുന്ന ശൈലിയാണ്. അപ്പോൾ ചുരുക്കി പറയും, ഈ 4 ആളുകളെ കേന്ദ്രീകരിച്ച് പോകുന്നൊരു പ്രസ്ഥാനമാണ് ആര്? ഇവർ. എന്നിട്ട് ഇവരെന്ത് ചെയ്യുക? യഥാർത്ഥ അഹ്ലുസുന്നയുടെ നിലപാടിൽ ഉറച്ചു പോകുന്ന ആളുകളെ വേദനിപ്പിക്കാനും അവരെ പിന്നെ പരിഹസിക്കാനും അവരെ പ്രതിക്കൂട്ടിൽ നിർത്താനും ഇവർ പണിയെടുക്കുക.
ഈ മുഖമാണ് സമൂഹം തിരിച്ചറിയേണ്ടത്. ഇനി ഇതിൽ തന്നെ നോക്കൂ, ഇതിൽ 10ാമത്തെ പേജിൽ പറയണം, ഇക്കൂട്ടരുടെ അന്വേഷണ പരിധിയിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒക്കെ പെടും. മൊത്തം പണ്ഡിതന്മാർ ഏതേത് ഗണത്തിൽ പെടുമെന്ന് അവർ തീരുമാനിക്കും. നരകത്തിൽ പോകുന്നവരുടെയും സ്വർഗത്തിൽ പോകുന്നവരുടെയും ലിസ്റ്റും അവരുടെ കയ്യിൽ കാണും. പരിഹസിച്ച് പറയാണ്, നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് പറയുന്ന പണിയെന്ന് പറയാം. ശരിക്ക് ഈ ഹസനുൽ ബന്നയുടെ ഈ വരികൾ, അഥവാ ലാ ഹല്ല ലഹു ഫിൽ ഇസ്ലാം എന്ന ഈ വരി ഇതുവർ പറയട്ടെ, ഇത് നരകത്തിക്കുള്ള സ്വർഗത്തിക്കുള്ള അവർ പറയട്ടെ. അതേപോലെ തന്നെ നമുക്ക് എതിരായി നിന്നവൻ്റെ മേൽ കുഫർ വിധിക്കുന്നു പറഞ്ഞാൽ ആരാണ് ശരിക്കും സ്വർഗത്തിൻ്റെ നരകത്തിൻ്റെ പട്ടികയോടെ എഴുതി കൂട്ടിയത്? ഈ സ്വഹാബത്തുകളെ മുഴുവനും, സ്വഹാബത്തുകൾ അധിക പേരെയും ചീത്ത പറഞ്ഞ് അവരെ നിലപാടൊക്കെ ഇസ്ലാം പറഞ്ഞ യഥാർത്ഥ നിലപാടല്ലായിരുന്നു. ഇപ്പോൾ മൗദൂദിയുടെ പുസ്തകം, ഈ പുസ്തകം നമുക്കിവിടെ പിന്നെ എടുത്ത് വായിക്കുക, ഖുത്തുബാത്ത് എടുക്കുക. അതുപോലെ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ, ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീന്, ഈ പദങ്ങൾ, ഈ 4 പദങ്ങളെ പറ്റി മൗദൂദി മനസ്സിലാക്കുന്നത് വരെ ആർക്കും ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? മൗദൂദി മനസ്സിലാക്കുന്നത് വരെ ആരും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഇനി ഇത് റൂദാർ ജമാഅത്തെ ഇസ്ലാമി അതിൽ പറയുന്നത് തരുമോ? മൗദൂദി കൊണ്ടുവന്ന ആശയം സ്വീകരിച്ചാൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഈമാനെ പുതുക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഈമാനെ പുതുക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അതുവരെ അയാൾ കുഫറിലല്ലേ? അപ്പോൾ ഇതൊക്കെ പച്ച മലയാളത്തിൽ എഴുതി ആളുകളെ കൊണ്ട് വായിപ്പിക്കുന്നവരാണ് എന്ത് ചെയ്യണത്? മറ്റുള്ളവരുടെ ഈ ഹക്കിന് വേണ്ടി, സത്യത്തിന് വേണ്ടി രാവും പകലും പ്രമാണങ്ങൾ മുൻനിർത്തി പണിയെടുക്കുന്ന ആളുകൾ നോക്കിയിട്ട് കാഫിറാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത് എന്ന് പറഞ്ഞ് ഇവർ പരിഹസിക്കുക. അപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് ഇവരുടെ ഇത്തരത്തിലുള്ള ഈ തെറ്റായ ചിന്തകളും അതേപോലെ തന്നെ പാദസേവകളൊക്കെ ഒഴിവാക്കിയിട്ട് ശരിയായ ആശയത്തിലേക്ക്, ഇപ്പോൾ ഇവരെ കൂടെ ഈ ഇഖ്വാനിസം തലക്ക് പിടിച്ച്, മൗദൂദിസം തലക്ക് പിടിച്ച് പോകുന്ന ആളുകൾ ഫേസ്ബുക്കിലൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ അബ്ദുൽ നസീർ അസ്സരി ഇവരെ കൂടെ അല്ലേ, അഥവാ ജൂദായിസം എന്നാണ് പറഞ്ഞത്. ഇത് ഈ സലഫി ആശയധാരയിലൂടെ പോകുന്ന അഹ്ലുസുന്നയുടെ ആളുകൾ അപ്പോൾ ജൂദായിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലപ്പുറം എന്താ പിന്നെ കുഫർ വർത്താനം പറയൽ? അപ്പോൾ അവർക്കെന്തും പറയാം. അതാണ് അവരുടെ ഒരു മുഖം അവിടെ കാണിക്കുന്നു, മറ്റൊരു മുഖം ഇവിടെ സമൂഹ മധ്യത്തിൽ കാണിക്കുന്നു എന്നതാണ്. ഇത് ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് യഥാർത്ഥ ദീനിലേക്ക്, ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം തന്നെ മൗദൂദി കൊടുത്തപ്പോൾ ലാ ഹാക്കിമ ഇല്ലല്ലാ അല്ലെങ്കിൽ ലാ മുത്തിയ ഇല്ലല്ലാ, വിധികർത്താവ് അല്ല മാത്രം, അനുസരിക്കപ്പെടേണ്ടവൻ അല്ല മാത്രം എന്നതിലൂടെ തന്നെ ലക്ഷ്യാക്കിയത് എന്താ? ഇതാണല്ലോ. മാത്രവുമല്ല, ഈ മൗദൂദിയുടെ ആശയപ്രകാരം അല്ലാത്തവരൊക്കെ എന്താണ്? ഷിർക്കിലാണ്, കുഫറിലാണ്, മൗദൂദിയുടെ തൗഹീദ് പ്രകാരം. കാരണം അത് ഖവാരി തൗഹീദാണ്, ഖവാരിജ് ഷിയ തൗഹീദാണ്. അപ്പോൾ ആ തൗഹീദ് ഉൾക്കൊള്ളാത്തവരൊക്കെ ശരിക്കും ഷിർക്കിലും കുഫറിലും ആണെന്ന മൗദൂദിയുടെ ആശയം അതന്നെ ഇവിടെ മലയാളത്തിലേക്ക് അടിച്ച് ജമാഅത്ത് ഇസ്ലാമി വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഞങ്ങൾ വിശുദ്ധരാണ്, നല്ലവരാണ് എന്ന് തെളിയിക്കാനുള്ള ഈ വ്യഗ്രത അത് വില പോകില്ല എന്നാണ് വളരെ വിനയത്തോടെ സൂചിപ്പിക്കാനുള്ളത്.